வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. ஓகே, இதுல பார்ட் 1 பார்த்திருப்பீங்கன்னு நெனைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் குடுத்துருக்கேன், போய் பாருங்க. இப்ப நம்ம பார்ட் 2க்குள்ள போயிரலாம். റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. மாட்டிக்கிட்டாரு இப்ப. அதான் பேச்சு வாக்குல சொல்ல போறாருன்னு நெனைக்கிறேன் ஜிலேபி பத்தி. இங்க இருக்கலாம். போயிட்டான். தலைவலிக்குது. മറിയണ്ട വെക്കപ്പെട്ടിട്ടേ இருக்காரு. എന്താണ് അർത്ഥം വെച്ചുള്ള ഒരു കിളി? കുറെ നേരം ആയല്ലോ. ഹേയ് ഒന്നുമില്ല. എഞ്ചിനീയറിംഗിൽ സ്റ്റേറ്റിൽ 3ാം റാങ്ക് ആയിരുന്നു എനിക്ക്. നിന്റെ നോട്ടവും ചിരിയൊക്കെ കണ്ടാൽ അത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അളിന് വെറുതെ തോന്നണതാ. ഞാനതൊക്കെ എപ്പോഴേ മറന്നു. മറന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ലടാ. വിമല അറിഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിച്ച് ഇവിടെ വലിയൊരു കോലാഹലം ഉണ്ടാവുന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത്? ഒരു ചുക്കും ഉണ്ടാവില്ല. ചലഞ്ച് വേണ്ടളിയാ. നീ കണ്ടോടാ. പോച്ച്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള വിശ്വാസം നീ കണ്ട് മനസ്സിലാക്ക്. വിമലേ, ഹൈ വേണ്ടളിയാ, എനിക്ക് കാണണ്ട. കാണണം, കണ്ടു പഠിക്കണം. ഏയ് വിമലേ. എന്താ? ഹേയ് ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല. ഏയ് ഞാൻ പറയാം. ഇവനെ ഒരു ബോംബും കൊണ്ട് ഇങ്ങനെ നടക്കും. ബോംബോ? എന്റെ ഈശ്വര, എവിടുന്ന് കിട്ടിയടാ നിനക്ക് ഈ ബോംബ്? ഒന്നുമില്ല ചേച്ചി. ആ ബോംബ് അല്ലെന്ന്. നമ്മുടെ ഓഫീസിലെ മോളി വർഗീസ് ഇല്ലേ, അവളെ ഇവൻ എന്ത് ചെയ്തു? എന്റെ ചേച്ചി ഇവന്റെ കാര്യമല്ലെന്ന്. അവൾ ഇന്ന് എന്റെ ക്യാബിനില് ആടിക്കൊഴഞ്ഞൊരു വരവ്. എന്തിനാ? എന്തിനാ? എന്റെ ചേച്ചി ഒന്നുമില്ല ചേച്ചി. ഇതേ പോയി ജോലി ചെയ്തേ ചേച്ചി. നീ ഏതോ മാറാൻ പോയി ഇപ്പോ. ഷാജിയേട്ടൻ പറ. ഞാൻ പറയാം. ലീവ് എഴുതാതെ എല്ലാ ദിവസത്തെ അറ്റൻഡൻസ് അവക്ക് ഒന്നിച്ചൊപ്പിട്ട് പോണം. ഞാൻ സമ്മതിക്കൂ? അപ്പൊ എന്നെ വശീകരിക്കാൻ ഒരു ശ്രമം. നെഞ്ചത്തുനിന്ന് സാരിയൊക്കെ മാറ്റി എന്തിനും തയ്യാറായ ഒരു നിൽപ്പ്. സാരി നേരെ ഇട് എന്ന് ഞാൻ പറഞ്ഞു, കേട്ടില്ല. ഒടുവിൽ ഞാൻ തന്നെ ദാ തോളില് തുമ്പി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിടിച്ച് തിരിച്ചു നിർത്തി. അപ്പ വാതിലും തുറന്ന് ഇവൻ ചേച്ചി ഇവൻ വിചാരിച്ച് ഞങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടായെന്ന്. അപ്പ തുടങ്ങിയ എന്നെ ഒരുമാതിരി ആക്കുന്ന പോലെ ഒരു ബ്ലാക്ക് മെയിൽ ചിരിയും നടപ്പും. ഇവൻ ഈ വെടി പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാനായിട്ട് നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിലെ എടുക്കത്തുള്ളന്ന്. കണ്ടോടാ, ഇത്രയേ ഉള്ളൂ കാര്യം. കണ്ണ് കളങ്ങി ശിവന്തു. ഞാൻ അപ്പോഴേ കെട്ടോട്ട് അടിച്ച് അല്ലയോടാ. இவங்க வந்துட்டு போறாங்க. நமக்கு ஆக்சுவலி വിമല ഞാൻ പറയുന്നത് நம்மள போல. എറിയരുത്. இவனுக்கு தெரிஞ்சிருக்காங்க. ഇന്നലെ ഞാനും നിന്റെ ചേച്ചിയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. ശബ്ദവും കരച്ചിലൊക്കെ ഞാനും കേട്ടു. 8 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാ ഇങ്ങനെ. സ്നേഹം കൊണ്ടളിയാ. എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാരോട് ഇത്തിരി പൊസസീവ്നെസ് ഒക്കെ ഉണ്ടാവും. ചിലര് മനസ്സിൽ വെക്കും, ചിലരത് റിയാക്ട് ചെയ്യും. ഈ ദാമ്പത്യം എന്നൊക്കെ പറയണത് അതൊരു പളുങ്ക് പാത്രം പോലെയാ. താഴെ സൂക്ഷിക്കാളിയാ. അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ പറയാമെന്ന വേറൊരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് സ്ഥലം വിടണം. നിന്റെ വരവോടെ എന്റെ സമാധാനം ഒക്കെ പോയി. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു ടോക്കിംഗ് ടൈംസ് എങ്കിലും ഉണ്ട്. നാളെ അതും ഇല്ലാതായാലോ. അച്ഛൻ്റെ അടുത്തേക്ക് എന്നെ തിരിച്ചു പോകണമെന്നല്ല ഞാൻ പറയുന്നത്. വേറെ ബന്ധുക്കളുണ്ടല്ലോ, 2 അമ്മാവന്മാര്, ചെറിയമ്മ. അവരുടെയൊക്കെ വീടുകളിൽ ഇവിടത്തെക്കാട്ടി സൗകര്യമുണ്ട്. ഇടയ്ക്ക് 2 ദിവസം ഇവിടെ വന്ന് നിന്നോ. അതല്ലാതെ അളിയൻ വണ്ടി നിർത്ത്. എനിക്ക് മനസ്സിലായി. അളിയൻ സമാധാനമായിട്ട് ജീവിച്ചോ. ഞാൻ ശല്യാവില്ല. ഓഫീസ് വിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ ഉണ്ടാവില്ല. പോരെ? അല്ല, ഇന്ന് തന്നെ ഇനിയൊന്നും പറയണ്ട. ഗുഡ് ബൈ. ஏதோ சேட்டை பண்ண போறாருன்னு நினைக்கிறேன். எனக்கு தெரிஞ்சு ஒரு போக மாட்டாரு. அத போக மாட்டாரு. ஐயோ, டேம கட்டுறாங்கடா. மீரா ஜாஸ்மின் பார்த்துட்டு நினைக்கிறேன். இருக்கலாம். எதை எழுதிட்டு போறானே, என்ன எழுதிட்டு போறான்? குதிக்க போறானோ? മറുപടി പോയി പ്രശ്നമില്ല മാട്ടപ്പുറം. തമിഴാ? ഇടയ്ക്ക് മലയാളം ഉണ്ടല്ലോ. ഞാൻ മരാക്കുന്നു. നീ சொல்றது ഉണ്மையா? മരിക്കുന്നു. അയ്യോ சொன்னல. ஐயோ, ஏதோ தப்பா புரிஞ்சிருக்காங்க. ஐயோ, இவரு அவர் சொன்னதுனால சூசைட் பண்ண போயிட்டாருன்னு நினைச்சிட்டாங்க போலங்க. அவர் வேற எழுதி வச்சுட்டு வந்திருக்காரு. ஆமால. இப்ப பேப்பர் அவர் கையில இருக்கு. எல்லாரும் அவர்தான் நினைப்பாங்க. ஆமா, இப்ப ஒரு அனுபவம். இப்ப மாமா நினைச்சுப்பாங்க இவரோட சாப்பிட்டாருன்னு. എന്തിനു മോനെ നീ ഇത് ചെയ്തത്?
നീ മരിച്ച പിന്നെ ചേച്ചി ജീവിച്ചിരിക്കുന്നു നീ വിചാരിക്കുന്നുണ്ടോ? ബഹളം വെക്കണ്ട. പിന്നെ ഇതൊരു ആത്മഹത്യാ ശ്രമമാണെന്ന് ആരും അറിയരുത്. പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുറ്റം ഡോക്ടർക്കാ. ഇല്ല ഡോക്ടർ, ആരും അറിയില്ല. ആത്മഹത്യയില്ല. ഇനി ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. മണ്ടത്തരം. ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും ആ വാക്കിനി പറയരുത്. നിങ്ങൾ ഇതിനൊക്കെ കാരണം വെറുതെ എന്റെ കുഞ്ഞിന്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ട്. ഞാൻ അപ്പോഴത്തെ പ്രയാസത്തിന് എന്തോ പറഞ്ഞു എന്നല്ലാതെ അതിന് ജീവിതം അവസാനിപ്പിച്ചു കളയുന്നൊക്കെ ഞാൻ വിചാരിച്ചോ? അല്ലെങ്കിലും ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നേ? എനിക്ക് വേണ്ടി, നമ്മുടെ അച്ഛന് വേണ്ടി. വേണ്ട ചേച്ചി, ഞാൻ എല്ലാവർക്കും ഒരു ഭാരം. ഇനി ചേച്ചിയുടെ അടുത്തൊന്ന് എങ്ങോട്ടും പോണ്ട. നമ്മളെ സഹിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരെങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ. സാറേ, വെള്ളത്തിൽ ചാടി ഒരു കാത്തു നിൽക്കണു. അവർക്ക് ഞാൻ 2000 രൂപ കൊടുത്തതാണല്ലോ. അത് പോരാത്രേ, ഒരു ജീവന്റെ വിലയല്ലേ സാറേ? ഒരു ജീവൻ ഇപ്പൊ എത്ര രൂപയാന്ന് അവര് പറയുന്നത്? തർക്കിക്കാനൊന്നും നിൽക്കണ്ട. ദാ, പൈസ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്. സുന്നതെല്ലാം പോയി താനേ. ഏ? കള്ളം പറഞ്ഞല്ലേന്ന്. നിനക്ക് നീന്തൽ അറിയാമായിരുന്നു അല്ലേ? ആമാ. ഒരു എനിക്കറിയില്ലായിരുന്നു. ജീവൻ 5000 രൂപ എന്നൊക്കെ പറഞ്ഞ ഇനി ഒരു രൂപ കേൾക്കണം. അല്ല, പേര് പറഞ്ഞു. என்ன സംഭവം தெரிஞ்சுக்கலாம். ശരിക്കും ആ സമയത്ത് എന്താ തോന്നുക? ഏത് സമയത്ത്? മരണത്തിലേക്ക് ചാടാൻ പോകുന്ന ആ ലാസ്റ്റ് മൊമെന്റിൽ. ആ അപ്പോ മനസ്സ് ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും. അയ്യോ, പിന്നെ കുട്ടിക്കാലം മുതല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങള് സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞിങ്ങനെ വരും. വല്ലാത്തൊരു എക്സ്പീരിയൻസ് അത്. ശ്ശോ, എനിക്ക് ആലോചിക്കാൻ വയ്യ. ഉം. പണ്ടേ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്കും തോന്നിയത് ആത്മഹത്യ ചെയ്യാൻ. ഏ? പക്ഷെ ധൈര്യം വന്നില്ല. ആ, ധൈര്യം വേണം. മനക്കരുത്തില്ലാത്തവർക്ക് പറ്റിയ പണിയല്ല ആത്മഹത്യ. നമ്മൾ ഇവിടുത്തെ ലൈഫ് വിട്ട് പോവല്ലേ? ആ. വിനു, നീ അവനെ ശല്യപ്പെടുത്താതെ പോയേ. വാ മോനെ. എന്താ ചേച്ചി? നല്ല നെമ്മി പൊരിച്ചതാ. ഊണിന്റെ കൂടെ ആവുമ്പോ നീ അധികം തിന്നില്ല. ദാ, എന്തിനാ ഇങ്ങനെ? ഈ ചേച്ചിയോട് ഒരു കാര്യം. കഴിക്കടാ. അച്ഛനെ ഞാൻ എഴുതിയിട്ടുണ്ട്. നിനക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ജോലി നോക്കുകയാണെന്ന്. ഇവിടെ എന്ത് ജോലി കിട്ടാനാ? കിട്ടുന്ന മതി. നിന്റെ ശമ്പളം കൊണ്ട് ഇവിടെ അരി വാങ്ങിക്കൊന്നും വേണ്ടല്ലോ. വെറുതെ ഇരുന്നിട്ടാ മനസ്സിലിങ്ങനെ വേണ്ടാത്ത ചിന്തകളൊക്കെ ഉണ്ടാവുന്നത്. ഷാജിയേട്ടൻ 1-2 പേരെടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന് എൻഗേജ്ഡ് ആയാൽ തന്നെ നീ നന്നാവും. ഉം. ആഹാ, ടിക്കറ്റിന്റെ കാശ് ചോദിച്ചപ്പോ ആദ്യം നീ പറഞ്ഞു ആള് മുമ്പിലാണെന്ന്, പിന്നെ പറഞ്ഞു ആള് പുറകിലാണെന്ന്. നിക്കടാ, എടാ അവിടെ നിൽക്കാൻ. ഓ, ചിന്ന പയ്യൻ. ഇന്ന് ഞാൻ നിന്നെ പോലെയുള്ളവന്മാരെ ദിവസം എത്ര എണ്ണത്തിനെ കാണുന്നവരായി ഞാനെന്നറിയാവോ? ഇറങ്ങടാ ഇവിടുന്ന്. സാർ അടുത്ത സ്റ്റോപ്പിൽ വിടുങ്കോ സാർ. അയ്യോ, അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി വിടാനേ. നിന്റെ തന്തയല്ലല്ലോ ഇതിന് ഡീസൽ അടിക്കുന്നത്. പ്ലീസ് സാർ. ഇറങ്ങടാ. ഇവനെ ഇറക്കി വിട്ടു ഡോർ അടച്ചേ. രാവിലെ ഓരോമാര് കയറി വന്നോളൂ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട്. என்ன விட்டுட்டாரு, எதுவுமே சொல்லாமா? ഏയ്, ഏയ്, ആ. ആളിറങ്ങണം. ആളിറങ്ങണം. தானே பார்த்தேன். ഇവനിതെവിടെ പോയി? இதானா அந்த பேக்? சேம் பேக். ഏയ്, 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 ദേ ടിക്കറ്റ് എടുക്കാത്ത വണ്ടി തൂക്കി പോണേ. പിടിച്ചോ. നിക്കണോടെ. நீயும் போக மாட்டேங்கிற, நீ போக மாட்டேங்கிற. നീ ഏതാ? എവിടുന്ന വരണേ? എന്താ നിന്റെ പേര്? ഗണപതി. ഗണപതി. ഗണപതിയാ? നിന്നെ കണ്ട ഗണപതിയാന്ന് തോന്നൂല്ലോ. മാക്സിമം പോയൊരു ഉണ്ണികൃഷ്ണൻ, അത്രേ ഉള്ളൂ. നീ എന്തിനാ മരിക്കാൻ ശ്രമിച്ചേ? ഉണ്ണികൃഷ്ണന്റെ കണ്ണൻ തന്നെ. ജീവിതമേ വെറുത്തു പോച്ചു സാർ. ഇത്ര ചെറുപ്പത്തിലേ? എന്താടാ കാര്യം? പറയാം. എനിക്കൊരു ടീ വാങ്ങി കൊടുക്കുമാ. അപ്പന് കുപ്പിപ്പാട്ട പറക്കി വിൽക്കേണ്ട ബിസിനസ്. ഇവിടെ അല്ല, പട്ടണത്തില്. ഉം. കൂടെ ഞാനും പോകും. ഒരു നാൾ ഒരു വീട്ടുമുറ്റത്ത് തനിയെ വിളയാടുന്ന ഒരു കുട്ടിയുടെ മാല പൊട്ടിക്കാൻ അപ്പൻ എന്നോട് പറഞ്ഞു. നമ്മ കഷ്ടാലം പോലീസ് പിടിച്ചു. ചിന്ന പയ്യൻ എന്ന് പറഞ്ഞ് ആദ്യൊരു ക്യാമ്പിലാക്കി. അവിടെ വേറെ പയ്യന്മാരുന്നത്. അവരെയൊക്കെ സ്വന്തക്കാര് വന്ന് ജാമ്യത്തിലെടുത്താച്ച്. ഞാൻ മട്ടും 3 മാസം അതുക്കുള്ളേ നിന്നെ ജാമ്യത്തിലെടുക്കണ അപ്പം വരാഞ്ഞേ? വന്നത് കാസ് ഞാനാ. പറ. ഹായ്, പറയടാ. എന്നെ അപ്പന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പന് വേറെ കൊണ്ടാട്ടിയും അതിലൊരു കുളന്തി ഇருக்கு. അതിനാത്താൻ എന്റെ അമ്മ പുഴയെ ചാടി ചത്തത്. അമ്മ പോയ വഴിക്ക് പോകലാന്ന് നനച്ചതാൻ അന്നേക്ക്. അല്ല, നീ എങ്ങനെ ഈ നാട്ടിലെത്തിയത്? അതൊരു കഥ സാർ. 50 കൊടുത്താ சொல்றேன். ആ, 50 രൂപ. അങ്ങനെ ഇപ്പൊ എനിക്ക് നിന്റെ കഥ என்ன കേൾക്കാം. சார் இது? ஓ, இதை சேட்டை பண்ணிட்டாங்களா அவங்கள்ட்ட? தெரிக்க வர்றோம் போ. என்னடா நடக்குது இங்க?
ത്രൂ ഔട്ട് ദ മൂവി എங்களுக்கு ഇൻട്രാക്ഷൻ ഉണ്ടെന്ന് நினைக்கிறேன். സിഗ്നിഫിക്കന്റ് പ്ലെയർ. നക്ഷത്രം നാളെ ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല നാളെ ഏതായാലും ഇന്നു മുതൽ ടേണിംഗ്. എടാ നീ എവിടെയായിരുന്നു? എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു? വീട്ടിൽ വിളിച്ചപ്പോ 1.5 മണിക്കൂറായി പുറപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. ആ അത് വഴിക്ക് വെച്ച് ബസിന്റെ ഈ ആക്സിൽ ഒടിഞ്ഞു പോയി. എന്നാ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വരണ്ടേ? എടാ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള എന്താണ്? ആഹാരം. അല്ലേ സമയം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാഴാക്കി കളയുന്നതും. എങ്ങനെ അളിന അതൊന്നുകൂടി പറഞ്ഞേ. ഏത്? ഇപ്പൊ പറഞ്ഞില്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത് സമയമാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആക്കുന്നതെന്നും. ഹോ മനോഹരം, ഗംഭീരം. അളിയന്റെ കയ്യിൽ ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. കാര്യമല്ല വിനോദേ, നീ ഇപ്പൊ കാണാൻ പോകുന്ന ആളില്ലേ, റിട്ടയർഡ് ഐ ജി ജോൺ മാത്യു സാർ. അദ്ദേഹത്തിന്റെ അറിവിന്റെ മുമ്പിൽ ഞാൻ വെറും ഒരു ശിശു. പുൽക്കൊടി. പരിചയപ്പെടാം. പോലീസ് സേനയെ ഞാൻ ഈ ഉള്ളം കൈയിൽ തമ്മാനമാടിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിനെ പമ്പരം കറക്കിയിട്ടുണ്ട്. 2 മുഖ്യമന്ത്രിമാരെ മൂക്കുകൊണ്ട് ക്ഷാപനപ്പിച്ചിട്ടുണ്ട്. ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും കണ്ണിലെ കരടായിരുന്നു ഈ ഐ ജി ജോൺ മാത്യു IPS. ഒരാളെ മന്ത്രി പറഞ്ഞാൽ ഞാൻ അറസ്റ്റ് ചെയ്യില്ല. അവൻ എത്ര വലിയ കുറ്റവാളിയായാലും. ഒരാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് മന്ത്രി പറഞ്ഞാൽ ഞാൻ അവനെ അറസ്റ്റ് ചെയ്തിരിക്കും, അവൻ എത്ര നിരപരാധിയായാലും. അതുകൊണ്ടെന്താ, സർവീസിൽ നിന്ന് പിരിഞ്ഞിട്ടും ശത്രുക്കളുടെ എണ്ണത്തിന് ഒരു കുറവുമില്ല. ഇരുട്ടടി കൊണ്ട് വലത്തെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കായിരുന്നു. 2 ദിവസമേ മാറ്റിയിട്ട്. ഇതൊക്കെ നിസാരം. കത്തിക്കുത്ത് വെടിയുണ്ട ബോംബ് ഇതൊന്നും എനിക്ക് പുത്തരിയല്ല. കർമ്മധീരനായ ഒരു പോലീസ് ഓഫീസർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനി കാര്യം പറയാം. സാർ ഒരു സർവീസ് സ്റ്റോറി എഴുതാൻ പോവാണ്. വായനക്കാരെ കിടിലം കൊള്ളിക്കുന്ന ഒരു അനുഭവ കഥ. അതിനൊരു സഹായിയെ വേണം. അടക്കം, ഒതുക്കം, അനുസരണ, വൃത്തിയുള്ള കൈപ്പട, കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്തുള്ള പരിചയം ഒക്കെ കൂടെ കേട്ടപ്പം എനിക്ക് നിന്നെയാണ് ഓർമ്മ വന്നത്. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്ന് തന്നെ. രോഗിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഇച്ഛയൊന്നുമില്ലല്ലോ. ഉണ്ടടാ. ഇവിടെ ആവുമ്പോ നിനക്ക് സുഖമാണ്. വേണ്ടാത്ത ചിന്ത ഒന്നും ഉണ്ടാവില്ല. എന്റെ ഒരു സിദ്ധാന്തമുണ്ട്, വേണേ നോട്ട് ചെയ്തോ. അലസമായ മനസ്സിലാണ് ചെകുത്താൻ കുടിയിരിക്കുന്നതെന്ന്. അതാണ് എന്റെ സിദ്ധാന്തമൊന്നുമല്ല, പഴഞ്ചൊല്ലല്ലേ. An idle mind is devil's workshop. എന്തായാലും സംഗതി ശരിയല്ലേ. ജീവിതാനുഭവങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ജോൺ മാത്യു സാർ. ഈ സർവീസ് സ്റ്റോറി പൂർത്തിയാവുന്നതോടെ ജീവിതം എന്താണെന്ന് നീ പഠിച്ചിരിക്കും. സാറിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ അലയഞ്ചക്കന് ഇതിലും വലിയ പാര പണിയാനില്ല. സിംഹക്കൂട്ടിലേക്കല്ലേ സാർ ഇട്ടുകൊടുത്ത്. ആ ഐ ജി അവന്റെ പരിപ്പ് എടുക്കും. അനന്താ, സോറി സാർ. അർദ്ധരാത്രി കഴിഞ്ഞു. കുന്നിൻ മുകളിലാണ് ക്യാമ്പ്. കുന്നിൻ ഒരു പഴയ കെട്ടിടം, കുറ്റാക്കുറ്റിരുട്ട്. ചോദ്യം ചെയ്യുന്ന മുറിയിൽ ഒരു റാന്തലിന്റെ പ്രകാശം മാത്രം. എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞിട്ട് ഞാൻ കഥകടച്ചു. ഹാളിന്റെ ഒരു മൂലയിൽ പേടിച്ചരണ്ട പേടമാനെ പോലെ നിൽക്കുകയാണ് നമ്മുടെ മന്ത്രിപുത്രൻ. ഞാൻ അടിവെച്ച് അവന്റെ അരികിലേക്ക് ചെന്നു. അവൻ പുറകോട്ട് നീങ്ങി ഒരു ചുവർ അവൻ പീഡിപ്പിച്ച പെൺകുട്ടിയുടെ കരച്ചിൽ എന്റെ ചെവിയിൽ മുഴങ്ങി. ഞാൻ അടുത്തു ചെന്നതും കാൽമുട്ടുമടക്കി അവന്റെ അടിനാവിക്കിട്ടു. ആ ശബ്ദം ഇവിടെ കിട്ടണം. ഗ്യാസ് തീർന്നടാ ജോണിക്കുട്ടിയെ. ഗ്യാസ് അടുക്കളയിലെ കുക്കിംഗ് ഗ്യാസ്. ഇനി ഇപ്പൊ വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. നീ ആരെങ്കിലും വെച്ച് ഒരു കുറ്റിയും കൊണ്ട് എടുപ്പിച്ചേ. റൈറ്റ്. അടുത്ത എപ്പിസോഡിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് അല്പം സമയം വേണം. ഞാൻ മനസ്സിൽ ഒരു റഫ് ഐഡിയ ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും നീ പോയി ഗ്യാസ് എടുത്തോണ്ട് വാ. ഗ്യാസ് എടുക്കാൻ ഞാനോ? എന്താ അതിന് ഇനി ചുമട്ടുകാരെ വിളിക്കണോ? താണ്ട ബുക്കും കാശും. അമ്മച്ചി, ഞാനൊരു MCA-കാരനാ. സോ every job has its own respect. Obey fast. அவரோட மிலிட்டரி ரேஞ்சிங் சொல்றாரு. அவரு மிலிட்டரி தான். அது IPS பா. சொல்றேன். ஆளு மிலிட்டரின்றேன். சோடா வேலை கிடைச்சு போல உனக்கு. எனக்கு சோடா பேட்டரி வேலை அடிச்சாச்சு. ഇത്ര പെട്ടെന്ന്? ஆமா. ഇതെന്താ ഇത്? വീട്ടില് ഗ്യാസ് തീർന്നേ. വിളിച്ചു പറഞ്ഞവര് കൊണ്ടുവരാൻ ലേറ്റ് ആവും. അപ്പൊ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പോയി. എൻകിட்ட மட்டும் போய் சொல்லாதே. ആ അജിയുടെ വീടല്ലേ അണ്ണനിപ്പോ വേല. അയ്യേ, ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയാ. അയ്യോ, അണ്ണ സൂക്ഷിച്ചിരുന്നോ? അന്താള് തനി പൈത്തിക്കാരൻ. മുമ്പുണ്ടായിരുന്ന വേലക്കാരൻ ജീവനും കൊണ്ട് ഓടിയതാ. നിന്നോട് ഇതാരാ പറഞ്ഞേ? പറയാം. എനിക്കൊരു ചിക്കൻ ബിരിയാണി വാങ്ങി കൊടുക്കുമാ? ചിക്കൻ ബിരിയാണി? ഞാൻ അവിടെ നിന്നാ പിന്നെ ഇതാര് ചവിട്ടും?
சவுட்டும்னா அடிக்கிறது. அடிச்சு ஓட்டுறது. ஓகே ஓகே. இவரு ஜாலியா இருக்காருறாங்க. ஜானா அவ்வளோதான் வந்தாச்சா? லுக் ஆஃப் பிட்ரயல். அதான் நான் வேகம் போய் வேஷம் மாறி வேற 2 கேம் കളിക്കാം. ഫൈൽ கூப்பிடுறாரு விளையாடுறதுக்கு. ക്ഷീണിച്ചല്ലോ. വാ ചേച്ചി കാപ്പി തരാം. ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ശാന്തമായി മനസമാധാനത്തോടെ മരിക്കാൻ തീരുമാനിച്ച എന്നെ നിങ്ങൾ എന്തിനാ രക്ഷപ്പെടുത്തിയത്? എന്തു പറ്റി നിനക്ക്? ജോലി ഇഷ്ടമായില്ലേ? സ്റ്റോറിയോட സ്റ്റിക്ക് பண்ணிட்டாரு. അയാൾക്ക് വേണ്ടത് പേഴ്സണൽ അസിസ്റ്റന്റ് അല്ല ചേച്ചി, വീട്ടു ജോലിക്കാരനെയാ. അതെ, ഇന്ന് അയാൾ എന്നെ കൊണ്ട് ആ വീട് മുഴുവൻ വൃത്തിയാക്കിച്ചു, വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യിച്ചു, തോട്ടം നനപ്പിച്ചു, മാർക്കറ്റിൽ നിന്ന് മീൻ വരെ വാങ്ങിപ്പിച്ചു. ഇതിനാണോ ചേച്ചി MCA പാസ്സായിട്ട് ഞാൻ ഇവിടെ വന്നത്? ഇതിനാണോ ഞാൻ ഗൾഫിൽ എണ്ണം പറഞ്ഞ് ജോലി കളഞ്ഞു ഇവിടെ വന്നത്? എന്താ ഷാജിയേട്ടാ ഇത്? എന്താണിത്? അതൊക്കെ ജോൺ മാത്യു സാർ നിന്നെ ടെസ്റ്റ് ചെയ്തല്ലേ. നമ്മൾ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറായിരിക്കണം. അത് ടെസ്റ്റ് ചെയ്തല്ലേ സാറ്? ടെസ്റ്റാ? ഇതാണ് ടെസ്റ്റ്? ഒന്നുമല്ല. അയാളുടെ പീഡനം കാരണം ഒരാൾ പോലും അവിടെ നിൽക്കില്ലത്രേ. ചരിത്രമൊക്കെ ഞാൻ അറിഞ്ഞു. വിനോദേ, അധ്വാനമാണ് ഏത് ജീവിതത്തിന്റെയും മുതൽക്കൂട്ട്. മഹാത്മാഗാന്ധി എന്തെല്ലാം ജോലികൾ ചെയ്തിരിക്കുന്നു. തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടില്ല, അറിയോ? വെയിലത്ത് പാടാതിരിക്കാൻ കൊട ഓടിയാ പോരെ? ഇനി ഞാനില്ല അങ്ങോട്ട്. അതിനേക്കാൾ ഭേദമായി. എവിടെ? ദേ ആ മാവിന്റെ കൊമ്പത്ത് തൂങ്ങണതാ. അവര് அந்த സ്റ്റോറിയോട് നിന്നിട്ടാரு தலைவர். തെറ്റുപറ്റിയത് എനിക്കാണ്. ലോകം കണ്ട ഒരു വലിയ മനുഷ്യന്റെ കൂടെ പ്രവർത്തിക്കാൻ നിനക്കൊരവസരമാകുമല്ലോ എന്നേ ഞാൻ കരുതിയുള്ളൂ. അതിന്റെ വില നിനക്ക് മനസ്സിലായില്ല. പോട്ടെ, സാരമില്ല. ഇതിപ്പോ ജീവിതകാലം മുഴുവനും വേണ്ടല്ലോ വിനു. ആ കഥ എഴുതി തീരുന്നവരെ നിർബന്ധിക്കേണ്ട വിമലേ. ഇവനൊക്കെ ഭാഗ്യവാനാ. ജീവിതത്തിന്റെ കയ്പ് നീര് കുടിച്ചു. കയ്പ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കെട്ടണം പണിക്ക് പോയിട്ട് കല്ല് ചുമന്നിട്ടുണ്ട്, ഹോട്ടലിൽ പ്ലേറ്റ് കഴിയിട്ടുണ്ട്. വിനോദേ, സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണ്. ആഴമുള്ള കടലിൽ മുങ്ങിത്തപ്പുന്നവനെ രത്നങ്ങൾ ലഭിക്കുകയുള്ളൂ. നീയല്ലേ പറഞ്ഞത് ഏത് ജോലി ചെയ്യാനും നിനക്ക് മടിയില്ലെന്ന്? ഹൈ, മടിയായിട്ടല്ല ചേച്ചി, മടി തന്നെ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഏത് ജോലിക്കും ഉണ്ടാവും. നമ്മുടെ അച്ഛനെ ഓർത്ത് നീ അതൊക്കെ ക്ഷമിക്കേ. ജോൺ മാത്യു സാറിന്റെ കൃത്യനിഷ്ഠ, ചുമതലാബോധം, ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോ നീ ഷാജിയേട്ടനോട് നന്ദി പറയും. നീ എന്റെ ഒരേ ഒരു അനിയനല്ലേടാ. നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യൂടാ? പറയടാ. ഇല്ല. ചായ ரிட்டர்ன் எமோஷனல் பிளாக்மெயில் பண்ணிட்டாங்க. പാവം, ക്ഷീണം കാണും. என்ன ப்ரோ வெங்காயம் கட் பண்றாரோ? அது எனக்கு தோணுச்சு. என்ன மாதிரி மறந்துடும். ഞങ്ങൾ 2 മക്കളാ. ടീച്ചറായിട്ട് ജോലി കയറിയ സമയത്ത് എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു. അത് ഫെയിലായപ്പോ ചെറിയൊരു മെന്റൽ ഷോക്ക്. 5 മാസം കിടന്നു. പിന്നെ മാരേജ് ചെയ്തില്ല. ഞാൻ ഇങ്ങനെ തനിച്ചായി പോവല്ലോ എന്ന് കരുതിയാവും അവനും കല്യാണം കഴിക്കാതിരുന്നത്. ആർമിയിലായിരിക്കുമ്പോഴാണ് അവൻ IPS എഴുതിയതേ. വലിയ കണിച്ചക്കാരനാ, എന്നാ പരമസാധു. അത് ഈ മന്ത്രിമാർക്കോ മേലുദ്യോഗസ്ഥന്മാർക്കോ മനസ്സിലാവോ? പെൻഷനാകാൻ 3-4 കൊല്ലം കൂടെ ബാക്കിയുള്ളപ്പോഴാ രാജിവെച്ചതേ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പനപ്പൂപ്പന്മാരായിട്ട് ജീവിച്ച നാടല്ലേ, ഇവിടുത്തെ പള്ളിപ്പറമ്പ് മതിയെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. എടാ, നീ ആ തീ അങ്ങോട്ട് കുറച്ച്, എന്റെ കൈ അഴുക്കാം. ഒക്കെ ഒരു നിമിത്ത ടീച്ചറെ. അല്ലെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞ ഒരു MCAക്കാരന് ഈ അടുക്കളയെ വന്നിരുന്ന് ഉള്ളിയരിയേണ്ട കാര്യമുണ്ടോ? വേറൊരു ജോലി കിട്ടാഞ്ഞിട്ടോ പണത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമ്മളെക്കാൾ കൂടുതൽ ജീവിതം പഠിച്ച ആളുകളുടെ അടുത്ത് നിന്ന് അവരുടെ അനുഭവങ്ങൾ കണ്ടു മനസ്സിലാക്കുക, അതൊരു ഭാഗ്യല്ലേ? സംശയമുണ്ടോ? അതിന് ഇത്രത്തോളം നല്ല സ്ഥലം വേറെ ഇല്ല. ദേ, ഇനി ഈ ഇറച്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്നും നുറുക്കി തന്നേ. സാർ, റെഡി? യെസ് സാർ. ഇത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ വിളിക്കാനുള്ളതാണ്. തനിക്ക് എന്നെ വിളിക്കാം. അതല്ലാതെ വല്ല വിളികളും വന്നാൽ അതിന്റെ പണം തന്നെ ശമ്പളത്തിന് ഞാൻ ഈടാക്കും. താങ്ക് യു സാർ. എന്റെ അച്ഛനത് ഇഷ്ടമല്ലാത്തോണ്ടാ മുമ്പ് ഞാൻ വാങ്ങാതിരുന്നത്. പഴയ പോസ്റ്റ് മാസ്റ്റർ ആയതുകൊണ്ട് പുള്ളിക്ക് കത്തെഴുത്തി തന്നെ എപ്പോഴും നമ്മളെപ്പോഴും കാലത്തിനൊപ്പം യാത്ര ചെയ്യണം. എനിക്ക് നാളെ ഒരു യാത്രയുണ്ട് ട്രിവാൻഡ്രം വരെ. വരുമ്പോ ഒരു ദിവസത്തേക്കുള്ള ഡ്രസ് കൂടെ എടുത്തോണം. എന്തിനാണ് സാർ? ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ്, ഒബേ ഫാസ്റ്റ്. സാർ, നാളെ രാത്രി വണ്ടിക്ക് താൻ ട്രിവാൻഡ്രത്തേക്ക് പോവും. സെക്രട്ടേറിയറ്റിൽ എന്റെ ഒരു പഴയ കൊളീഗുണ്ട്. ആഭ്യന്തര വകുപ്പിൽ നിന്നും അയാൾ ഒരു സീക്രട്ട് ഫയലിന്റെ കോപ്പി എടുത്തു തരും. സർവീസ് സ്റ്റോറിയിലെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻസിഡന്റ് വിത്ത് പ്രൂഫ് എനിക്ക് അവതരിപ്പിക്കണം. ഒരു ഈച്ച പോലും അറിയരുത്. അണ്ടർസ്റ്റാൻഡ്? ലെറ്റ്സ് കണ്ടിന്യൂ. കനത്ത മഴ പെയ്യുന്ന ഒരു ഇരുണ്ട പുറത്ത് இப்படிதானே ஒரு கதை எழுதணும் சொல்லுவாங்க. நம்ம ஃபேமிலி கேரக்டர்ஸ் எல்லாம் எடுத்துள்ள போட்ட பேர் இருக்கு. Hey, nice transition, man. Fair adjustment, right? Looks like her. டிஸியா இருக்காங்க. எனக்கு இந்த ரயில்வே ட்ராக்ல நான் 2-3 வீடியோஸ் பார்த்திருக்கேன். அதனாலே பக்கத்துல போய் எனக்கு பயம் வருது. போதையா? நாட் ஷூர். ஸ்லீப் டிப்ரைவ்ட் மாதிரி இருக்கும். கரெக்டா இவர் ஏன் டெத் பெட்ல இருக்கவங்க எல்லாத்தையும் தானே?
ബാഗ് ഏത് ട്രെയിനാ പോണ്ടേ? കൂടെ ആരും ഇല്ലേ? വെള്ളം വേണോ? റൊമാൻറ്റിക് ആണ് മൂവി അത്. தெரியலையே. വെള്ളം I think police testing them. இல்லையா? தெரியலையே. வேற மாதிரி போலீஸ் மாதிரி தான் இருக்கு. കുടിച്ചോളൂ. இவரு தான் கிட்னாப் பண்ணிட்டு போறாங்கன்னு நினைச்சிட்டாரோ? தெரியல, something is fishy. ഹലോ 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 ஹலோ. ഏയ് ഹലോ. இப்பதான் suspicious. இப்பதான் ഏയ് എങ്ങോട്ട് പോകുന്നു? തിരുവനന്തപുരത്തേക്കാ. ഈ കുട്ടിയെ ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ട് എങ്ങോട്ടാ തടി തപ്പുന്നതെന്നാ ചോദിച്ചത്. ആ കുട്ടി എന്റെ ആരുമല്ല. ആരും അല്ല അതിന്റെ ആണോ താൻ അവളെ കെട്ടിപ്പിടിച്ച് പൊന്നാരിച്ചോണ്ട് കാണുന്നത്? അപ്പം അല്ലേട്ടാ, സത്യേട്ടാ കുട്ടി ആരെന്ന് എനിക്കറിയില്ല. ഇതേതോ കഞ്ചാവ് കേസാ. വേഷം കെട്ടെടുക്കല്ലേ? ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞാ വന്നിട്ടുള്ളത്. മര്യാദയ്ക്ക് താൻ ആ കുട്ടിയെ വീട്ടിലാക്കുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? തറവാട്ടി പറഞ്ഞ പെൺകുട്ടികളെ ഓക്കേ, കള്ളും പോലീസ് കഞ്ചാവും ഇല്ല. കൊടുത്ത് നശിപ്പിച്ച് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഉപേക്ഷിച്ച് പോകുന്നവരെ മുമ്പും കണ്ടിട്ടുണ്ട്. ചേട്ടാ, ഞാൻ നമ്മുടെ ഐ ജി ഇല്ലേ? ഐജിയുടെയും മന്ത്രിയുടെയും കാര്യമൊന്നും പറയണ്ട. തൽക്കാലം താൻ അവളെ എവിടെന്നാ കൊണ്ടുവന്നു വെച്ചാൽ അവിടെ കൊണ്ടുവിടും. ഹൈ, ഇതെന്തത്? ഒരാൾക്ക് ഒരാളെ സഹായിക്കാൻ ഈ ഭൂമിയിൽ അവകാശമില്ല? നിന്റെ അവകാശമൊക്കെ ഞങ്ങള് കണ്ടുകൊണ്ട് നിൽക്കാണ്. വർഗീസേ നീ അങ്ങോട്ട് മാറ്. ദേ ഈ സ്ഥലം അല്പം പെശക. ആ പെൺകുട്ടിയും വിളിച്ച് വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ പറയണ്ടല്ലോ. அருமைடா. இவர் இப்படிதான் போய் எல்லாத்தையும் மாட்டிக்கிறாரு. இருக்கிறாரு. என் வாழ்க்கை மாரியே இருக்கு பஸ். இது எங்க போறதுன்னே தெரியல. இப்ப அதான் இப்ப கிட்னாப்பிங் கேஸ் ஆயிருமே. அம்மா தாயே. அதானே ஃபாலோ பண்றாங்களா? இல்ல, அவங்க சும்மா நின்றுட்டு இருக்காங்க. இப்ப யாரோ வரா. சேஃபான பிளேஸ் இருக்கு அதெல்லாம். കണ്ടിട്ട് പാർട്ടി കൊള്ളാലോ. ട്രെയിൻ വരാറായി. വാ, ഇരുന്ന് ഉടനെ അങ്ങോട്ട് ഉറങ്ങുക. വന്നേ, ഞാൻ എടുത്തോളാം ബാഗല്ല. കേട്ടോ, നൈസ്. ഓട്ടോ. இளையராஜா போற பிஜிஎம்ஏ சரியில்லையடா. ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്താ? റൂമുണ്ടോ? ഉണ്ട്. ഏസിയാ നോൺ ഏസിയാ? നോൺ എ സി. പെട്ടെന്നൊരു തലറക്കം, അതുകൊണ്ട് ട്രെയിനിൽ പോകാൻ പറ്റില്ല. അല്ല, തൊട്ടടുത്ത ബിൽഡിംഗ് ഹോസ്പിറ്റലാ. വേണ്ട, ഒന്നും ഉറങ്ങിയാൽ ശരിയായിക്കോളൂ. ദാ അഡ്വാൻസ്. 512 5th ഫ്ലോറിലാ. അതിനെന്താ? ஃப்ளோர் லிஃப்ட் ஒர்க் ஆகுதா இல்லையா? இந்த கடையில நீ அரிசி வாங்கு. ലിഫ്റ്റ് എവിടെ ഏട്ടാ? ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. இந்த 5வது ஃப்ளோருக்கு முறை நினைச்சேன். சோலி பிடிச்சிரா. உப்பு மூட்டையை தூக்கிட்டே எப்படியோ வண்டாரா டே. டெட் பாடி தானே. இப்ப இவங்க எந்திரிச்சாங்கன்னா அது கிட்னாப்பிங் கேஸ் ஆயிரும். വെള്ളം. സോറി സാർ, ഞാനിപ്പോ നോക്കിയപ്പോഴാ കണ്ട് ലിഫ്റ്റ് വർക്ക് ചെയ്യണ്ടായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു. எக்ஸசைஸ் ஆச்சு. இவருக்கு ஒரு சுத்தமா வந்து லக்கே ஒர்க் அவுட் ஆகல. என்கிட்ட இப்படி டைரி இருக்கு. അനുപമ. எழுதிருக்கியா? അനുപമ. டு டூ லிஸ்ட் போடுவேன். കുട്ടിയെ സുരക്ഷിതമായി ഞാൻ ഈ മുറിയിൽ എത്തിച്ചിരിക്കുകയാണ്. അവിവാഹിതനായ ഞാൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരു രാത്രി മുഴുവൻ കഴിയുന്നത് മര്യാദകേടായതിനാൽ ഉടനെ തന്നെ പോകുന്നു. ഒരു ദിവസത്തെ വാടക കൊടുത്തിട്ടുണ്ട്. സൗകര്യം പോലെ തിരിച്ചു പോകാം. ഈ സഹായത്തിന് നന്ദി പറച്ചിലോ കടപ്പാടോ ഒന്നും വേണ്ട. ഇനി നമ്മൾ കണ്ടെന്നു പോലും വരില്ല. എപ്പോഴെങ്കിലും എന്നെ വിളിക്കണമെന്ന് തോന്നിയാൽ മൊബൈൽ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപരിചിതനായ സുഹൃത്ത് വിനോദ്. അൺഫൈൻഡഡ് ഫ്രണ്ട്. കാൾ വന്നിട്ടാ? ഹലോ. ആ സർ, വിനോദിന്റെ ചേച്ചിയാണ്. ഇല്ല സർ, ട്രെയിൻ മിസ് ചെയ്തു എന്ന് പറഞ്ഞ് പുലർച്ചയ്ക്ക് എത്തിയത്. എണീറ്റില്ല. പറയാം സർ. ഓക്കെ ഓക്കെ സർ. ഐജിയാ? ഡാ വിനു, വിനു എണീക്ക്. ദേ ഐജി വിളിച്ചു. நான் നിന്നോട് கூட പെട്ടെന്ന് ചെല്ലാൻ. ஹோட்டல்ல ஏதோ ஆயிடுச்சு, போலீஸ் கூப்பிடுறாங்களோன்னு நினைச்சேன். பனிஷ்மெண்ட். பரவாயில்ல, எனக்கு இப்படி ஒரு ஆள் தேவை. பார்ப்போம். Come on, fast.
ഞാൻ ഫാസ്റ്റ് അല്ല. ഒരു ordinary ആ. ഒരു മാഡ് കോംബോ. ബാഡ് കോംബോ, ഗുഡ് കോംബോ. பைத்தியக்காரனும் பைத்தியம் பிச்சுக்காரனும் எதுக்குடா ஓட ஒரு பனிஷ்மெண்ட் தானா? நான் தான் வீடு ஜாப்பனீஸ் ஸ்டைல் மாதிரி கட்டியிருக்காங்கப்பா. കൊല്ലുഞ്ഞാ. ഓടിക്കോട്ടെ. ചവർ മേലെ തൂക്കി കിട്ടുന്നോട്ട് എന്നിട്ട് ഓടിക്കുക. மிலிட்டரியில ரூல் பண்ணி ரூல் பண்றதுக்கு ஒரு அது தேவைப்படுது போல. സ്റ്റോപ്പ്. കമാൻഡ്. ரெண்டு நாளா വർക്കൗട്ടിലേ പോയിട്ട് ഇരിക്കുക ഇവർക്ക്. കിതപ്പ് മാറിയിട്ടേ വെള്ളം കുടിക്കാവൂ. ഇനി തീവന്റെ സമയത്തെ കുറിച്ച് ഓർക്കുമ്പോ ഈ 101 റൗണ്ട് നിന്റെ മനസ്സിൽ വരും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ട്രെയിൻ മിസ്സാവില്ല. ഇവിടെ റിംഗ് ടോൺ ഞാൻ മാറ്റിയതാ. ഹലോ, അതെ. ആ ഹായ്. ആ പറയൂ. അയ്യോ, കാണേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടി വിളിച്ചല്ലോ, അത് തന്നെ ധാരാളം. നേരിട്ട് ഇപ്പൊ ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? നിർബന്ധമാണോ? ശരി. എവിടെ? ബാങ്ക് റോഡില് ലെഫ്റ്റില് രണ്ടാമത്തെ ബിൽഡിങ്ങോ? എനിക്കിവിടെ അത്ര പരിചയമൊന്നുമില്ല, എന്നാലും ഞാൻ കണ്ടുപിടിച്ചോളാം. ഓക്കെ. இவர் போகும்பொழுதே அங்க இதாயிடுமோ? ട്രെയിൻ ഏറില്ല, ട്രെയിൻ മിസ് பண்ணிட்டாரு, പോവേ ഇല്ല. വിനോദ് യെസ് അനുപമ. വരൂ. കഴിക്കാൻ എന്ത് വേണം? ഓ, സൽക്കാരാണോ? ഓക്കെ, ഞാൻ തർക്കിക്കുന്നില്ല. എല്ലാം അനുപമയുടെ ഇഷ്ടം. എക്സ്ക്യൂസ് മീ പ്ലീസ്. എதுக்கு திருப்பி கொடுத்துட்டாரு? ചിക്കൻ നഗറ്റ്സ് 1 പ്ലേറ്റ്, ചിക്കൻ സ്പ്രിംഗ് റോൾ 2, ഓക്കെ. പിന്നെ നല്ല മുരിഞ്ഞ ഫിഷ് ഫിംഗർ, ഓക്കെ. ദെൻ പിസ്സ. പിസ്സ വെട്ടിക്കോളൂ. ശരി. 2 ഫ്രഷ് ജ്യൂസ്. ഓക്കെ. ஏன் பீஸா கேன்சல் பண்ணிட்டாரு? 2 കോഫി. യെസ് മാം. അതിന്റെ കാശും താൻ കൊടുക്കണം. என்னது இது, പണിഷ്മെന്റാ? എവിടെ എന്റെ മാലയും വളയും? ഏ? 2 സ്വർണ്ണവള, 1.5 പവന്റെ മാല. അതെവിടെയാണെന്നാ ചോദിച്ചത്. ഏത് മാല, ഏത് വള? താനത് വിറ്റോ? കുട്ടി എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നല്ലത് ഇന്നലെ കാളവിയല്ല. ട്രെയിനിൽ വെച്ച് എനിക്ക് മയക്കുമരുന്ന് കലർത്തിയ ബിസ്ക്കറ്റ് തന്ന് എന്റെ ബോധം കെടുത്തി എന്റെ ആഭരണങ്ങളും പേഴ്സിലുണ്ടായിരുന്ന 350 രൂപയും താൻ അടിച്ചെടുത്തില്ലേ? അത് തരാനാ പറഞ്ഞത്. ആഹാ, ഇപ്പൊ അങ്ങനെയായ? കുട്ടി പ്ലാറ്റ്ഫോമിൽ കിറങ്ങി നിൽക്കുന്നാണ്ടിട്ട് പാവം വല്ല വണ്ടിക്കടിയിലും പെട്ടാലോ എന്ന് കരുതി രക്ഷിച്ചപ്പോ എന്നെ കള്ളനാക്കുന്ന കൊള്ളാലോ. നിക്കൂ, അങ്ങനെ പോകാൻ വരട്ടെ. എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട് കുട്ടി. അല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റ് കൊടുത്ത് വണ്ടി കാത്തുന്ന ഞാൻ എങ്ങനെ ട്രെയിനകത്ത് കുട്ടിക്ക് ബിസ്ക്കറ്റ് ആയിരുന്നു? ട്രെയിനകത്ത് വെച്ച് ബിസ്ക്കറ്റ് നിങ്ങളുടെ ടീമിൽപ്പെട്ട സ്ത്രീയാണ്. അവരെന്നെ പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിയിട്ടു. കളവ് മുതൽ നിങ്ങൾ രണ്ടാളും പങ്കിട്ടെടുത്തു. സത്യസന്ധതയ്ക്ക് പ്രസിഡന്റ് കയ്യിൽ നിന്ന് മെഡൽ വാങ്ങിയ കുന്നത്തൂർ രാമനുണ്ണിയുടെ മകനാണ് ഞാൻ. ആപത്തിപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു ശീലമായി പോയി. കുട്ടിയെ ഒരു അപകടം കൂടാതെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എന്റെ സ്വന്തം ചെലവിൽ മുറിയെടുത്ത് താമസിപ്പിച്ചാണോ ഞാൻ ചെയ്ത തെറ്റ്? മനസ്സിൽ എന്തെങ്കിലും ഒരു കള്ളത്തിനുണ്ടെങ്കിൽ എന്റെ പേര് മൊബൈൽ നമ്പറൊക്കെ ഞാൻ അവിടെ എഴുതി വെക്കൂ. പഠിച്ച കള്ളന്മാരങ്ങനെ പലതും ചെയ്യും. കോടതിയിൽ വാദിച്ച് ജയിക്കാൻ ഈ ടെക്നിക്കൊക്കെ ധാരാള. പക്ഷെ എന്റെ അടുത്ത് ചെലവായില്ല. ഇവിടെ കോടതിയും പോലീസൊക്കെ ഞാൻ തന്നെയാ. സാധനം എടു. அப்படி விஷயம். നിക്കാനല്ലേ പറഞ്ഞു നിങ്ങളോട്? നിക്കോ അവിടെ. ഇതാ മീര ജസ്മിനോട് റിയൽ വോയിസാ? വേണ്ട, കേരളേ. ബോൾഡ് ആണ് ഭയങ്കര. നീ എന്നെ തല്ലാറായോടി? അടിച്ച് പല്ലൊഴുകി ഞാൻ. എന്റെ അച്ഛൻ വരെ എന്നെ തട്ടിയിട്ടില്ല. നിനക്കറിയോ, ഒരു അമേരിക്കക്കാരന്റെ കരണത്തടിച്ചിട്ടുള്ളവനെ ഞാൻ, അതും അന്യനാട്ടിൽ വെച്ച്. എനിക്കങ്ങനെ തല്ലി പരിചയമൊന്നുമില്ല. പക്ഷെ എന്റെ മാലയും വളയും കിട്ടിയില്ലെങ്കിൽ തന്നെ ഞാൻ കൊല്ലു. ഒന്നുമില്ല, നിങ്ങൾ ഇടപെടേണ്ടി വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ഇപ്പോ ഈ നിമിഷം ഞാൻ വിചാരിച്ചാ മതി, ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ പീസാക്കും. മയക്കുമരുന്ന് തന്ന് ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞാലുണ്ടല്ലോ, ആ മൊഴി മതി താനകത്താവാൻ. ഞങ്ങളെ പേടിപ്പിക്കില്ലേ? ഞാൻ മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരാളാ. എന്നാൽ എന്റെ 1.5 പവന്റെ മാല, 2 വള, 350 രൂപ അതെനിക്ക് കിട്ടിയേ മതിയാവും. 24 മണിക്കൂറിനുള്ളിൽ ஏன் வயசு வருஷா இவங்க கேடியா இருக்க கூடாது? പറയുന്ന സ്ഥലത്തു മനസ്സിലായോ? ഇതെങ്ങനെ ഫ്രീ ആയി? IG എങ്ങോട്ടെങ്കിലും പോയോ? നിനക്ക് വന്ന മാറ്റം ഉണ്ടല്ലോ വിനോദേ, പറഞ്ഞാ വിശ്വസിക്കില്ല. എന്തൊരു പക്വത, എന്തൊരു ശാന്തത. തിരിച്ചു ചെല്ലുമ്പോ അച്ഛൻ അന്തം വിടും. നീ ശരിക്കും വേറൊരാളായി മാറിയിട്ടുണ്ടാവും. എനിക്കത് തോന്നി തുടങ്ങി അളിയാ.
എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും. സാർ യെസ്. ഇനിയൊക്കെ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞോ. എന്താ തങ്കച്ച? പറ ലോറൻസേ. പറയുന്നേ. അതെ, ശോശാമ്മയുടെ വകയിലെ ഇളയപ്പന്റെ മോന. ലോറൻസിന് നമ്മുടെ വടക്കേ ചെറിയുടെ അപ്പുറത്ത് 80 ഏക്കർ അടയ്ക്കാത്തോട്ടുണ്ട്. അതിൽ കുരുമുളക്, മഞ്ഞള് അങ്ങനെ ഇടകൃഷി വേറെ. ഇപ്പൊ നനയ്ക്കാൻ വെള്ളമില്ല. ഡാമിന്ന് പൈപ്പിട്ട് വെള്ളം എടുത്തിരുന്നു മുമ്പ് മൊയ്തീൻകുട്ടി സാർ ഉണ്ടായിരുന്നപ്പോ. ഇപ്പൊ അത് നിന്നൂല്ലോ. സാർ എന്നെ ഒന്ന് രക്ഷിക്കണം. ആഴ്ചയിൽ ഒരു 2 നനയ്ക്കുള്ള വെള്ളം അത്രയും മതി. എന്താ ഇത്? തങ്കച്ച ഇത് എന്താന്നാ ചോദിച്ചത്? എനിക്ക് അറിഞ്ഞൂടോ സാറേ. ലോറൻസിന് അറിയ പറഞ്ഞു കൊടുക്കടോ. ഇതൊരു 10,000 രൂപയുണ്ട്. ദൈവകൃപ കൊണ്ട് കൃഷി നന്നായാൽ ഞാൻ പിന്നെയും വന്ന് സാറിനെ കണ്ടോളാം. കൈക്കൂലി അല്ലേ? അതെ. എടുക്കടോ സാറേ. എടുക്കാൻ. സാറേ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നോട് ആരാ പറഞ്ഞത്? ഞാൻ എടുക്കുന്ന പണിക്ക് സർക്കാർ എനിക്ക് ശമ്പളം തരുന്നുണ്ട്. ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. സാറേ, ഞാൻ അപ്പോഴേ പറഞ്ഞത് എല്ലാവരും അത്തരക്കാരാവില്ലെന്ന്. പുറത്തു കൈക്കൂലി കൊടുക്കാൻ വന്നിരിക്കാം. കളിക്കണേ വന്നിരിക്കുന്നു കൈക്കൂലിയും കൊണ്ട്. പ്രലോഭനങ്ങളെ നേരിടുന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. എന്റെ ഹലോ, ആരോ? നിന്റെ താങ്കൾ വിളിച്ച ഈ നമ്പർ ഇപ്പോൾ നിലവിലില്ല. കൃപയാക്കരെ. ആരോ? குட் மார்னிங் சார். என்ன அமைதியா இருக்காரு? இங்க வந்துட்டாங்களோ? இது வீட்ல இருக்காங்களா அந்த பொண்ணு? ഇന്നലെ മുതൽ നിന്റെ മൊബൈൽ ഓഫ് ആണല്ലേ? വിളിച്ചിരുന്ന ഒരുപാട് പ്രാവശ്യം. வீட்டுக்கு வந்துட்டாங்க. என்ன பக்குவமா வந்திருக்காங்க. தானே നീ എന്തിനാ പരിഭ്രമിക്കുന്നത്? ഒരു പ്രണയമുണ്ടാവുക എന്ന് പറയുന്നത് തെറ്റല്ല. പക്ഷേ തിരഞ്ഞെടുക്കുന്ന പാർട്ട്ണർ നന്നായിരിക്കണം. ഐ തിങ്ക് യുവർ സെലക്ഷൻ ഈസ് ആബ്സല്യൂട്ട്ലി റൈറ്റ്. നടിപ്പ്. പിണക്കവും പരിപ്പവും ഒക്കെ ഏത് റൊമാൻസിനും കാണും. പക്ഷെ അത് ഒരു ദിവസത്തിനപ്പുറം നീട്ടണ്ട. ചെല്ലേ, ഇവളെയും കൊണ്ട് പുറത്തു പോയി ഒരു കാപ്പിയൊക്കെ കുടിച്ചു വാ. ഞാൻ ഇന്ന് രാവിലെ മുതൽ കാപ്പിയുടെയൊക്കെ നിർത്തി. വിളിച്ചോണ്ട് പോടാ. മടിയൻ, ഉത്തരവാദിത്വമില്ലാത്തവൻ, അന്യരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാണ്ട് ഇടപെടുന്നവൻ, അങ്ങനെ ഒരുപാട് ചീത്തപ്പൻ എനിക്കുണ്ട്. പക്ഷേ ഇന്ന് ഒരു പെണ്ണുമായിട്ട് ചുറ്റിക്കളിണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. എനിക്കല്പം മര്യാദ ഉള്ളതുകൊണ്ടാ പ്രണയമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞത്. അർദ്ധരാത്രിയിൽ രഹസ്യമായി ഹോട്ടൽ മുറിയിൽ കൊണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ആ വാക്ക് മാത്രം പറയരുത്. എന്റെ മാലയും വളയും 350 രൂപയും. കുട്ടി, എന്റെ അച്ഛനാണേ, മരിച്ചുപോയ എന്റെ അമ്മയാണേ, സകല ദൈവങ്ങൾ. നാളെ 10 മണിക്കുള്ളിൽ എനിക്കത് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ ചോദ്യം പറച്ചിലൊന്നുമില്ല. മൈൻഡ് ഇറ്റ്. பார்ட் 2 ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3 சந்திப்போம். நன்றி, வணக்கம்.